ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നയന കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശി ദേവയാനിയോട് ചോദിച്ചു, എന്താ ദേവയാനി നിനക്ക് പറ്റിയത്, നിനക്കൊരു സങ്കടം പോലെയെന്ന്. ഒന്നുമില്ലെന്നും പറഞ്ഞ് അങ്ങനെ നിൽക്കുക. ഈ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ നയന റൂമിൽ പോയി ആ ഒരു കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോകുന്നു. അപ്പോൾ അനിയുടെ ജാതകവും മറ്റും ഏതാണ്ടൊക്കെ. അപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശിയും അതുപോലെ കനകവും ദേവയാനിയും കൂടെ താഴെ ഇവിടെ ഇരിക്കുന്നു. മുത്തശ്ശി അന്നേരം മോളിവിടെ വന്നതിന് ശേഷം ഈ വീട്ടിൻ്റെ മുക്കിലും മൂലയിലും എന്താ വെച്ചിട്ടുള്ളതെന്ന് മോൾക്ക് നല്ല നിശ്ചയമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഇങ്ങനെ അതിനെക്കുറിച്ച് പറയാം. ഇത്രയും നാൾ ഇവിടെ താമസിച്ചിട്ട് എനിക്കതിന് കഴിഞ്ഞിട്ടില്ലെന്നൊക്കെ മുത്തശ്ശി പറയണു. അപ്പോൾ നയന ഇറങ്ങി വന്നു, ഇത് കൊണ്ടേ കൊടുക്കുന്നു. ആഹാ, ഇനി മോളുടെ ഒരു സഹായം കൂടി വേണം കേട്ടോ, സമയത്തായെന്ന് നോക്കുക, മുത്തശ്ശിന് മരുന്ന് കൊടുക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ നീ കൊടുക്കണ്ട, ഞാൻ കൊടുത്തോളാം എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി കൊടുക്കാൻ തുടങ്ങുമ്പം അതെങ്ങനെയാണ് ശരിയാകുന്നേ, നിനക്കറിയാമോ ഈ സമയത്ത് ഏത് മരുന്നാണ് കൊടുക്കേണ്ടതെന്ന്? അതെല്ലാം മോളല്ലേ കൃത്യമായിട്ട് ചെയ്യുന്നതെന്ന് മുത്തശ്ശി ചോദിച്ചു. അതൊന്നും അത്ര വലിയ കാര്യമൊന്നുമല്ല, അത് ഞാൻ എടുത്തു കൊടുത്തോളാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയാനി തുള്ളിച്ചാടി മരുന്ന് എടുത്തു കൊടുക്കാനായിട്ട് അച്ഛൻ്റെ അരികിലേക്ക് പോണു. മുത്തശ്ശിയാണെങ്കിൽ ജാതകം കൊണ്ടും പോയി. അപ്പം ഇന്നിത്തിരി വാശി കൂടും എന്ന് കനകം പറയാം ദേവയാനിയോട്. അപ്പം അതെന്താന്ന് ചോദിച്ചപ്പം അതങ്ങനെയാ മോളെ, അതങ്ങനെയാ. എൻ്റെ മോളൊരു കാര്യം ചെയ്യുക, മോളുടെ അമ്മായിയമ്മ മരുന്ന് മാറിക്കൊടുത്ത് മുത്തശ്ശന് അപകടം ഉണ്ടാകുന്നതിന് മുൻപ് മോൾ ഓടി അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ അമ്മ മോളെ പറഞ്ഞു വിടാൻ നോക്കുക. അപ്പം അമ്മയുടെ മുഖത്ത് ഒരു നിഗൂഢത ഉണ്ടല്ലോ, എന്താന്ന് ചോദിച്ചപ്പം അതൊക്കെ ഉണ്ട്, നീ ചെല്ലാൻ പറഞ്ഞു. എൻ്റെ പൊന്നുമോള് ചെല്ല്. എന്തായാലും ഇനിയിപ്പോൾ നിന്നെ ഏതു നേരം കുറ്റം പറയുന്ന നിന്റെ അമ്മായിയമ്മയ്ക്ക് നീ ഇല്ലാതെ ഈ വീട്ടിൽ ഒരു കാര്യങ്ങളും ഓടില്ല എന്ന് മനസ്സിലാവണം, അതിനു വേണ്ടി തന്നെയാ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കനക നയനയെ പറഞ്ഞു വിടുക. അപ്പം നയന ചെല്ലുന്നു. ഈ സമയത്ത് ദേവയാനി ആണെങ്കിൽ അച്ഛൻ്റെ അരികിൽ ചെന്ന് അവിടെ ഇരുന്ന മരുന്നൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കുന്നു. അപ്പം നീയാണോ ഇന്ന് മരുന്ന് തരുന്നത്, നിനക്കിതൊക്കെ അറിയാവോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് തരേണ്ട മരുന്ന് ഏതാണെന്ന് മോൾക്കേ അറിയാവൂ, ഏത് സമയത്ത് ഏതൊക്കെ തരണം എന്നുള്ളതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛനും പറഞ്ഞു. അക്കാര്യത്തിൽ എനിക്ക് പോലും വലിയ നിശ്ചയമില്ലെന്നൊക്കെ പറഞ്ഞപ്പം ഞാനൊന്ന് നോക്കട്ടെ അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി ഇങ്ങനെ മരുന്നെടുത്ത് നോക്കുന്നു. അങ്ങനെ മരുന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം നയനി അങ്ങോട്ടേക്ക് വന്നു. ഇന്ന് മരുമോള് ചെയ്യേണ്ട കാര്യങ്ങൾ അമ്മായിമ്മ ചെയ്യാൻ നോക്കുകയാണോ എന്ന് മുത്തശ്ശൻ അന്നേരം ചോദിച്ചു. അപ്പോൾ ഇതല്ലേ അച്ഛൻ ഇപ്പോൾ കഴിക്കേണ്ട മരുന്ന് എന്ന് ചോദിച്ചെടുത്ത് കാണിച്ചപ്പം അയ്യോ ഇത് BP കൂടുകയാണെങ്കിൽ കൊടുക്കേണ്ട മരുന്ന് ഞാൻ എടുത്ത് കൊടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് നയന തന്നെ മരുന്ന് എന്നിട്ട് നോക്കി പെറുക്കി എടുത്ത് മുത്തശ്ശന് കൊടുക്കുക. ദേവയാനി ദേഷ്യപ്പെട്ട് അങ്ങ് പോയി. ദേവയാനി ദേഷ്യപ്പെട്ട് പോയപ്പോൾ ഇന്നെന്താ മോളുടെ അമ്മായിമ്മയ്ക്ക് മോളെ സഹായിക്കണമെന്ന് തോന്നിയത് എന്നിങ്ങനെ ചോദിച്ചപ്പോൾ അതൊന്നും എനിക്കറിയില്ല മുത്തശ്ശ, ഇടയ്ക്ക് ഇതുപോലെ ആദർശേട്ടന് ഫയലെടുത്ത് കൊടുക്കാൻ മുറിയിലേക്ക് പോയായിരുന്നു എന്നും പറഞ്ഞു. ഞാൻ ചെയ്യേണ്ടതൊക്കെ ഇപ്പം അമ്മ ചെയ്യുക എന്നും പറഞ്ഞ് നമ്മുടെ നയന ഇങ്ങനെ പറഞ്ഞപ്പം ഇനി മരുമോളെ കൂടുതൽ കഷ്ടപ്പെടുത്തണ്ട എന്ന് അമ്മായിമ്മ വല്ലതും കരുതി കാണുമെന്ന് ചോദിച്ചപ്പം അങ്ങനെ ഒരു തോന്നലിൻ്റെ ഭാഗമായിട്ടൊന്നും അല്ല ഇത് സംഭവിക്കുന്നതെന്നാണ് എനിക്ക് തോന്നണമെന്നും പറഞ്ഞു നയന. എന്തായാലും എന്തൊക്കെയോ മാറ്റങ്ങൾ മോളുടെ അമ്മായിമ്മയ്ക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മ എന്ത് ചെയ്താലും അതിനെ സംശയത്തോടെ ഒന്നും കാണണ്ട മുത്തശ്ശ എന്ന് പറഞ്ഞു നയന. സംശയിക്കേണ്ട കാര്യങ്ങൾ സംശയിക്കണം, പിന്നെ ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ മോളെ സഹായിക്കാൻ തീരുമാനിച്ചതെങ്കിൽ അത് സന്തോഷമുള്ള കാര്യം തന്നെ അല്ലേ എന്ന് മുത്തശ്ശൻ ഇങ്ങനെ പറഞ്ഞു. എന്നാൽ പെട്ടെന്ന് ആൾക്കാരുടെ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നമുക്ക് നെറ്റ് ചുളിച്ചേ നോക്കാനായിട്ട് പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ മുത്തശ്ശന് ഇപ്പോൾ കഴിക്കാൻ എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചപ്പോൾ തൽക്കാലം ഒന്നും വേണ്ടാന്നും പറഞ്ഞ് മുത്തശ്ശൻ ഇരിക്കുന്നു. നമ്മുടെ നയനെ അവിടെ നിന്ന് അങ്ങ് പോയി. അത് കഴിഞ്ഞപ്പം ദേവയാനി പുറത്തേക്ക് ഇറങ്ങി ചെന്നു. കനക അവിടെ ഇരിക്കുക. അപ്പോൾ എന്തായി, മരുന്നെടുത്ത് കൊടുക്കാൻ പോയിട്ട് എടുത്തു കൊടുത്തോ എന്ന് കനകൻ ദേവയാനിയോട് ചോദിക്കുന്നു, കളിയാക്കിയ ഒരു രീതിയിൽ. ഇതാ ഞാൻ പറഞ്ഞത്, ഒരു ദിവസം നയനമോൾ ഇവിടെ ഇല്ലെങ്കിൽ ഈ വീട് നിശ്ചലമായി പോകും എന്നുള്ളത്. എന്ന് വെച്ചാലേ മോൾ ഇവിടെ വന്നതിന് ശേഷം ആരും ഒന്നും അറിയേണ്ടി വന്നിട്ടില്ല, എല്ലാം എൻ്റെ നയനമോൾ തന്നെയല്ലേ ചെയ്യുന്നതെന്ന് കനകം ദേവയാനിയോട് ചോദിക്കാം. ദേവയാനിയുടെ തല കുനിഞ്ഞു. ഈ വീട്ടിലൊരു അടുക്കും ചിട്ടയും ഉണ്ടായത് അവൾ വന്നതിന് ശേഷമാണെന്ന് ആദർശം എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയുമാരും സമ്മതിച്ചിട്ടില്ലേന്ന് ചോദിച്ചു. അത് തന്നെയാണ് സത്യവും. ദേവയാനി ചുളിഞ്ഞിങ്ങനെ നിൽക്കുക. അപ്പോൾ അതിപ്പോൾ അനുഭവത്തിലൂടെയെങ്കിലും മനസ്സിലായി കാണുമല്ലോ ദേവയാനിക്ക്. ഒരാൾ ചെയ്യുന്ന പ്രവർത്തികൾ അവർക്കേ ഓർമ്മ കാണും. അവളിവിടെ വന്നതിന് ശേഷം അവളെ ഞാനൊരു ജോലിക്കാരിയായിട്ടാണ് കാണുന്നത്. അപ്പോൾ ജോലിക്കാരി ചെയ്യേണ്ടത് അവൾ ചെയ്യണമല്ലോ, അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ അവൾക്ക് ഓർമ്മ കാണും. ഓ അങ്ങനെയൊന്നുമില്ല, എന്നാലും എൻ്റെ മോളെ അംഗീകരിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു നമ്മുടെ കനകം. അപ്പോൾ അവളെ മാത്രമല്ല അവളുടെ ബന്ധുക്കളെ അംഗീകരിക്കാൻ എനിക്ക് പ്രയാസമാണെന്ന് ദേവയാനി പറഞ്ഞു കേട്ടോ. അടുത്തൊന്നും അത് നടക്കുമെന്നും തോന്നുന്നില്ല എന്നും പറഞ്ഞു. അന്നേരം പിന്നെ എൻ്റെ മൂത്ത മോള് ഈ വീട് വിട്ടു പോയാലേ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. എന്നാൽ അതുപോലെയല്ല കേട്ടോ എൻ്റെ നയനമോളുടെ കാര്യം. അവൾ ഇവിടുന്ന് പടിയിറങ്ങിയാലേ ആ കുറവ് കുറച്ച് നാളത്തേക്കെങ്കിലും അതേപടി തന്നെ ഈ വീട്ടിൽ നിലനിൽക്കുമെന്ന് പറഞ്ഞപ്പം ആ കുറച്ചു കാലം ഞങ്ങൾ അങ്ങ് സഹിച്ചാൽ പോരേന്ന് ദേവയാനി ചോദിക്കുന്നു. അപ്പോൾ എന്നും പറഞ്ഞ് കനക നിൽക്കുക കേട്ടോ. പിന്നെ എല്ലാം സാധാരണ നിലയിൽ തന്നെ ആവില്ലേന്നും ചോദിച്ചു.
അവള് വരുന്നതിന് മുൻപ് എന്താ ഈ വീട് നല്ല നിലയിലല്ലേ പോയിക്കൊണ്ടിരുന്നതെന്ന് ചോദിച്ചപ്പം പക്ഷെ ആ സമയത്ത് വീട്ടുകാര്യങ്ങൾ നോക്കാൻ ഇവിടെ ഒരു ജോലിക്കാരി ഉണ്ടായിരുന്നു, കൂടാതെ സഹായത്തിന് മറ്റു 2 പേരും കൂടെ വരുന്നുണ്ടായിരുന്നെന്നാണ് ഞാൻ കേട്ടത്. ഇപ്പോൾ അവരെല്ലാവരും വല്ലപ്പോഴും വരുന്നത്. അവരെല്ലാം വന്നാൽ തന്നെ അവർക്ക് ആണെങ്കിൽ ഒരു ജോലിയും ഇല്ലതാനും. നീ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞല്ലോ, അവൾ വരുന്നതിന് മുൻപ് 2-3 ജോലിക്കാരുണ്ടായിരുന്നു എന്ന്. അവള് പോയി കഴിഞ്ഞാലും അവരെല്ലാവരും ഇവിടെ വരും കേട്ടോ. അവർ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തോളും. ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കുന്നതേ അനന്തപുരിക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ബാധ്യതയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഇപ്പോൾ ഏറ്റവും വലിയ ബാധ്യത നിന്റെ മകളാണെന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി കനകത്തിനോട് പറയണു. അതും പറഞ്ഞങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ കനകം ഇത് ഞാൻ മാറ്റും എന്നും പറഞ്ഞുകൊണ്ട് അവിടെ അങ്ങനെ നിൽക്കുക. എന്തായാലും അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനിയെ കാത്ത് അവന്തിക അവിടെ വന്ന് നിൽക്കുവാണ്, അനാമിക വന്ന് നിൽക്കുവാണ്. അപ്പോൾ അനാമിക അവിടെ വന്ന് നോക്കി നിൽക്കുന്നു. ആ സമയം അനി അങ്ങോട്ടേക്ക് വന്നു. നേരെ കണ്ട വഴക്ക 2 പേരും കൂടി. നീ എന്നാലും എന്നെ ഒന്ന് വിളിച്ചില്ലല്ലോടാ വീട്ടിൽ പൂജ നടക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞപ്പോൾ. നിനക്കറിയാമായിരുന്നല്ലോ അവിടെ പൂജ നടക്കുന്ന കാര്യം. എന്നാലും നമ്മുടെ ബന്ധം തടസ്സമില്ലാതെ നടക്കണമെന്നുണ്ടെങ്കിൽ നെല്ല് മുളയ്ക്കണമെന്നല്ലേ പറഞ്ഞത് എന്നിങ്ങനെ ചോദിച്ച് എല്ലാം മുളച്ചു എന്നറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി എന്നൊക്കെ അനാമിക പറയാം. കണ്ടോ ദൈവങ്ങൾ പോലും നമുക്കൊപ്പമാണെന്നൊക്കെ അനിയോട് പറയാം. അവിടെയും നീ മാത്രമാണ് കുറച്ചെങ്കിലും പിന്തിരിഞ്ഞ് നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ അനാമിക പറയണു. എനിക്ക് പലയിടത്തും നിന്നെയും കൊണ്ട് പോകണം എന്നൊക്കെയുണ്ട് കല്യാണം വിളിക്കാൻ. അതുപോലെ തന്നെ എൻഗേജ്മെൻ്റ് ഒന്നും ഇല്ലാതെ കല്യാണമായിട്ട് നടത്തുന്നതല്ലേ, പക്ഷെ നീ ഒന്നിനും ഒരു ഇതും കാണിക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ എടോ സത്യം പറയാമല്ലോ, ഇന്നത്തെ കാലത്ത് ആൺകുട്ടികളെക്കാളും പെൺകുട്ടികൾക്ക് കല്യാണത്തിനോട് താല്പര്യം ഇല്ലാതെ കണ്ടുവരുന്നത്. പിന്നെ ഈ കല്യാണം എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ബന്ധനമാണെന്നൊക്കെ പറയണു. അങ്ങനെ ബന്ധിച്ചിടുന്നത് പെൺകുട്ടികൾ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാ സത്യം. ഇവിടെയാണെങ്കിലോ എനിക്ക് വിവാഹപ്രായമായിട്ടില്ല, പിന്നെ അതുകൊണ്ട് തന്നെ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ എന്ന് പറഞ്ഞു. കല്യാണം കഴിഞ്ഞ് ഞാൻ നിന്നെ തളയ്ക്കുമെന്നാണോ നിന്റെ പേടി എന്ന് അനാമിക ചോദിച്ചപ്പം കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ നീ തളച്ചല്ലോ എന്ന് വെച്ചാൽ നീ എന്താ ഉദ്ദേശിച്ചതെന്ന് അനാമിക ചോദിച്ചു. അല്ല നീ ഇപ്പം തന്നെ പലരെയും കാണരുത് സംസാരിക്കരുതെന്നൊക്കെ പറഞ്ഞില്ലേ, അങ്ങനെ പലരെയും കാണരുത് സംസാരിക്കരുതെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നീയും നന്ദുവായിട്ടുള്ള അടുപ്പം എന്നെ അസ്വസ്ഥയാക്കുന്നുണ്ട്. അത് ഞാൻ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുകയല്ല ചെയ്യുന്നത്, നിന്നോട് തുറന്നു പറയുകയാണ് ചെയ്യുന്നത്. നീ ഇപ്പം എന്താ വഴക്കിടാൻ വേണ്ടിയാണോ എന്നെ കാണുമെന്ന് പറഞ്ഞു ചോദിച്ചപ്പം ഒരിക്കലും അല്ല, നമുക്ക് നല്ലൊരു ഹോട്ടലിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലോ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാണെന്ന് പറഞ്ഞു. എന്നാൽ എൻ്റെ കൂടെ ഒരു ജ്യൂസെങ്കിലും കുടിക്കാം വാ എന്നും പറഞ്ഞുകൊണ്ട് അനാമിക ഇങ്ങനെ വിളിക്കുന്നു. അപ്പോൾ അനാമിക വിളിച്ചപ്പോഴും പോകാൻ വലിയ താല്പര്യമൊന്നും അനി കാണിക്കുന്നില്ല. അനി ഇങ്ങനെ മാറി നിൽക്കുക കേട്ടോ. അങ്ങനെ ആ ഒരു സംഭവം അവിടെ ഇങ്ങനെ ഇവർ തമ്മിൽ ഇഷ്ടമില്ലാത്ത രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് അനാമിക ഇങ്ങനെ കയറി വരുമ്പോൾ കൃത്യമായിട്ട് നമ്മുടെ നന്ദു അവിടെ നിൽക്കുക. അപ്പോൾ കയറി വന്നതും നന്ദുവിനെ കണ്ടതും അനാമികയ്ക്ക് ദേഷ്യം വന്നു. അനാമിക ഇങ്ങനെ കലിപ്പിൽ നിൽക്കുന്നു. അപ്പോൾ എന്താ നന്ദു ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നേ എന്ന് അനാമിക ചോദിച്ചു. ഒന്നുമില്ല എന്ന് പറഞ്ഞു. അനന്തപുരിയിൽ നടന്ന പൂജയുടെ കാര്യമൊക്കെ അറിഞ്ഞില്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ നന്ദു ഒന്നും മിണ്ടിയില്ല. ഞങ്ങൾ തമ്മിൽ ഒന്നിക്കണമെന്ന് ദൈവങ്ങൾ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു ഇതൊക്കെ പറഞ്ഞ് അനാമിക ഇങ്ങനെ പറയണു. പൂജയ്ക്ക് ശേഷം മൂടി വെച്ചിരുന്ന നെല്ലെല്ലാം ഒരുമിച്ച് മുളച്ചു എന്നുള്ള കാര്യമൊക്കെ അനാമിക ഹാപ്പി ആയിട്ട് പറയാം. നന്ദു ഇതൊക്കെ കേട്ടിട്ട് മൈൻഡ് ചെയ്യുന്നില്ല. അതിൻ്റെ അർത്ഥം ആരെതിർത്താലും ഞങ്ങൾ ഒന്നിക്കുമെന്നുള്ളതാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അനാമിക ഇങ്ങനെ നന്ദുവിനോട് പറയാം. കടലൊക്കെ ഇരമ്പി കയറുവാണ്. അപ്പം ചിലരൊക്കെ ആ കല്യാണം മുടക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്ന് അനാമിക ഇങ്ങനെ പറഞ്ഞപ്പോൾ ആരെയാ അനാമിക ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചു നന്ദു. ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ അറിയേണ്ടവർക്ക് അറിയാവുന്നതാണല്ലോ എന്നും പറഞ്ഞു. അപ്പം നോക്കനാമിക, നിങ്ങളുടെ വിവാഹം ഫിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അനിയെ കാണാൻ ശ്രമിച്ചിട്ട് പോലുമില്ല. അനി വിളിച്ചാൽ പോയി ഞാൻ ഫോൺ എടുക്കാറില്ല എന്നും നമ്മുടെ നന്ദു പറഞ്ഞു. അത് മറ്റൊന്നും കൊണ്ടല്ല, അനാമികയുടെ മനസ്സിനകത്ത് ചെറിയ തോതിൽ ഇരുട്ട് കയറിയിട്ടുണ്ട്. അതിൻ്റെ അളവ് കൂട്ടാൻ ഞാനായിട്ട് ഇഷ്ടപ്പെടുന്നുമില്ല, അതുകൊണ്ട് മാത്രമാണെന്നും പറഞ്ഞു. പിന്നെ എൻ്റെ 2 ചേച്ചിമാരും ഇപ്പോൾ ആ വീട്ടിലേയുണ്ട്. അതിൻ്റെ പിന്നാലെ 3ാമതൊരാളാവാൻ എനിക്ക് തീരെ താല്പര്യമില്ല എന്ന് നന്ദു പറഞ്ഞപ്പം നീ ഇത് ആത്മാർത്ഥമായിട്ട് പറയുകയാണോ എന്ന് ചോദിച്ചു അനാമിക. പിന്നെ ഞാൻ ഇന്നസെൻ്റ് ആണെന്ന് എനിക്ക് വേറെ ആരെ കൊണ്ട് പറയിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് നമ്മുടെ നന്ദു പറഞ്ഞപ്പം നന്ദു നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, നിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അനിയുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അനാമിക ഇങ്ങനെ തറപ്പിച്ച് നന്ദുവിനോട് പറയുന്നു. അത് അനാമികയാണോ തീരുമാനിക്കുന്നതെന്ന് നന്ദു ചോദിച്ചു. നിന്റെ ഉള്ളിലെ ഇഷ്ടം നീ ഒരിക്കലും ഹനിയോട് പറഞ്ഞിട്ടില്ല, അതുപോലെ തിരിച്ചും നിങ്ങൾ 2 പേരും ഇഷ്ടം മൂടി വെച്ച് നടക്കുന്നവരാ. പക്ഷേ എൻ്റെ കാര്യം അത് അങ്ങനെയല്ല. അനിയുടെ കവിത വായിച്ചപ്പോൾ തന്നെ, അനിയെ ആദ്യം കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ അനിയോട് പ്രണയം തോന്നി. അത് ഞാൻ അവനോട് തുറന്നും പറഞ്ഞു. അത് അവനും അവൻ്റെ വീട്ടുകാരും ഏറ്റെടുക്കുകയും ചെയ്തു. എന്നിട്ട് പിന്നെ അതിൻ്റെ ഇടയിലേക്ക് ആര് വന്നാലും എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ നന്ദുവിനോട് പറയാൻ അനാമിക. ഇപ്പോൾ ദൈവങ്ങൾ പോലും ഈ ബന്ധം നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്ഥിതിക്ക് ഇനിയും നീ അനിയുടെ സുഹൃത്താ, അത് നീ മറന്നു പോകരുതെന്ന് പറഞ്ഞു. അപ്പോഴേക്കും
അനാമിക വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല. അനാമിക പറയുന്നത് മാത്രമാണ് ശരിയെന്നുള്ള അനാമികയുടെ വിചാരം അത് ആദ്യം മാറ്റി വയ്ക്കാനായിട്ട് നന്ദു പറയുക. അങ്ങനെ അനാമികയുടെ അഹങ്കാരത്തിന് നല്ല കൊട്ട് കൊടുത്തിട്ട് നമ്മുടെ നന്ദു ഓടുന്ന അങ്ങോട്ടേക്ക് പോയി. നന്ദു അങ്ങ് പോയപ്പോൾ കലി കയറി അനാമിക ഇങ്ങനെ അവിടെ നിൽക്കുവാട്ടോ. ഒട്ടും പ്രതീക്ഷിച്ചില്ല നന്ദു ഇതുപോലെയൊക്കെ തിരിച്ച് സംസാരിക്കുക എന്നുള്ളത്. അങ്ങനെ നന്ദു പോയി അനാമിക കലിപ്പ് കയറി നിൽക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് അവിടെ ജയനും അച്ഛനും അതുപോലെ നമ്മുടെ ആദർശമൊക്കെ ഇരുന്നിങ്ങനെ സംസാരിക്കുക. അപ്പോൾ എത്ര മണിക്കാണ് ഓൺലൈൻ മീറ്റിംഗ് എന്നൊക്കെ ചോദിച്ച് അപ്പോൾ അത്രയെന്നാ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നു. അമേരിക്കൻ കമ്പനിയാണ്, ഒരുമാതിരി ഡിസൈൻസ് ഒന്നും അവർക്ക് ഇഷ്ടപ്പെടില്ല എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് കനകവും നയനയും നവിയും ഒക്കെ വന്നു. അവരാവശ്യപ്പെട്ടത് മോഡേൺ ഡിസൈൻസ് ആണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ ഡിസൈനർ എത്തിയല്ലോ എന്ന് മുത്തശ്ശനും പറഞ്ഞു. മോളെ ജോലി ഏൽപ്പിച്ചുകൂടായിരുന്നോ എന്ന് മുത്തശ്ശൻ ഇങ്ങനെ ചോദിച്ചപ്പം അവർ പറഞ്ഞതുപോലുള്ള ഡിസൈൻ വരയ്ക്കാൻ ഇവൾക്ക് പറ്റുമോന്നൊന്നും എനിക്കറിയില്ല എന്ന് ആദർശ് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇവളോടത് പറയാതിരുന്നത് എന്ന് പറഞ്ഞു നമ്മുടെ ആദർശ്. അത് കേട്ടപ്പോൾ നയനയുടെ മുഖം ഒന്ന് ചുളിഞ്ഞു. എങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കാൻ പറഞ്ഞുകൂടായിരുന്നു ചോദിച്ചു ജയൻ. അച്ഛാ എത്ര ശ്രമിച്ചാലും നടക്കുമെന്ന് തോന്നുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ആദർശ് പറഞ്ഞു. അപ്പോൾ അത് ശരിയാ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. അത് ശരിയാ, അത് കുറച്ച് ടഫാന്ന് ജയനും പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ 1-2 ഡിസൈൻ വരച്ച് ആരെയൊക്കെയോ ഇവൾ ഇമ്പ്രസ് ചെയ്തു എന്ന് വെച്ച് ഇവൾക്ക് ഫോറിൻ കസ്റ്റമേഴ്സിനെ പറ്റിയ ഡിസൈനൊക്കെ വരയ്ക്കാൻ പറ്റുമോ എന്ന് ജലജ ചോദിക്കും. അപ്പോഴേക്കും ദേവയാനിയും വന്നു. നേരത്തെ വരച്ച തന്നെ ഇവൾ നെറ്റിൽ സെർച്ച് ചെയ്ത് കോപ്പി അടിച്ചതാണെന്ന് ജലജ പറഞ്ഞപ്പോൾ ഞാനങ്ങനെ നെറ്റിലൊന്നും സെർച്ച് ചെയ്യാറില്ല എന്ന് പറഞ്ഞു. എൻ്റെ ഭാവനയിൽ വരുന്നത് മാത്രമേ ഞാൻ വരയ്ക്കാറുള്ളൂ എന്ന് നമ്മുടെ നയന പറഞ്ഞു. അങ്ങനെ നയനയാണെന്നുണ്ടെങ്കിൽ ഡിസൈൻ ചെയ്യുന്നതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ ചർച്ചാ വിഷയമായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇന്ന് മോളോടൊന്ന് ശ്രമിച്ചു നോക്കാൻ പറഞ്ഞൂടെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ പവിത്ര വരച്ചൊന്നും അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുക. അപ്പോൾ അങ്ങനെ നയനോട് ശ്രമിച്ചു നോക്കാൻ പറഞ്ഞപ്പം അമ്മേ അത് പറ്റില്ല എന്ന് ആദർശ് കനകത്തിനോട് പറഞ്ഞു. വെറുതെ എന്തിനാ ഇവള് വരച്ച ഡിസൈനും കൂടെ കാണിച്ച് സമയം കളയുന്നതെന്നൊക്കെ ആദർശ് ഇങ്ങനെ ചോദിക്കുക. അപ്പം നയനയ്ക്ക് വിഷമമായിട്ടോ. ഇവിടെ ഇപ്പോൾ ഡിസൈൻസ് ആവശ്യത്തിനുണ്ട്, അത് കണ്ട് അവർ ഇമ്പ്രസ് ആവുമെന്നുള്ള കാര്യം ഉറപ്പാണെന്നൊക്കെ പറഞ്ഞു. ഇവൾക്ക് ഡിസൈനൊക്കെ വരയ്ക്കാൻ കഴിവുണ്ട്, പക്ഷെ മോഡേൺ സ്റ്റൈലൊന്നും ഇവൾക്ക് അത്ര പരിചയമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശ് ഇങ്ങനെ താഴ്ത്തി കെട്ടുവാണ് നമ്മുടെ നയനയെ. അത് കേട്ടപ്പോൾ ദേവയാനിക്ക് ഭയങ്കര സന്തോഷമായി. ജലജ ഇങ്ങനെ നിൽക്കുന്നു. അവളൊരു വരപ്പുകാരി നിൽക്കുന്നു. എല്ലായിടത്തും അങ്ങനെ ഷൈൻ ചെയ്താലോ, നിന്നെ ഞാൻ കയറ്റി വിടില്ലടി, എൻ്റെ മോനിവിടെ വിജയിക്കാൻ കഴിഞ്ഞാൽ പിന്നെ അവനാണ് രാജാവ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ജലജ ചിന്തിക്കുമ്പോൾ മോൻ അവിടെ ഇരുന്ന് ഇങ്ങനെ മൊബൈലിൽ ഞെക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പോഴേക്കും അമ്മ മോൻ്റെ അടുത്തേക്ക് ചെന്നു. നീ എന്തിനാണ് ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുന്നേ? താഴെ ഒരു ബിസിനസ് ഡിസ്കഷൻ നടക്കുമ്പോൾ നീ ഇവിടെ മൊബൈൽ നോക്കിയിരിക്കുകയാണെന്ന് ചോദിച്ചു. പിന്നെ ഞാനെന്താ ചെയ്യേണ്ടത്? അവരൊക്കെ വലിയ വലിയ ബിസിനസ്സുകാർ, ഞാൻ വെറും തൊഴിലാളി, പിന്നെ ഞാനിതിന് അങ്ങോട്ട് വരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഒരു ഗോൾഡൻ ചാൻസാണ് വന്നിരിക്കുന്നത്. ഒരു അമേരിക്കൻ കമ്പനിക്ക് പുതിയ ഡിസൈൻ വേണമെന്ന്, അത് ഡിസൈൻ ചെയ്യുന്ന കാര്യമായി പറയുന്നത്. നീ ഒന്ന് അങ്ങോട്ടേക്ക് ചെല്ല, നീ എവിടെന്നെങ്കിലും ഒരു ഡിസൈൻ ഒപ്പിച്ച് കൊണ്ടേ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അമ്മ മോനെ ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കുക. ആ നയനയെ കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളൊക്കെ താഴെ നടക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനിതൊന്നും ചെയ്താൽ ശരിയാവില്ല, അവർക്കാർക്കും ഇഷ്ടപ്പെടില്ലെന്ന് പറഞ്ഞ സമയം മോനോട് അമ്മ നിനക്കിതൊക്കെ നേരത്തെ ഒന്ന് ശ്രമിച്ചുകൂടായിരുന്നോടെ, ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചു. നിനക്ക് ഓഫീസിൽ വേറെ പണിയൊന്നും ഇല്ലല്ലോ, പിന്നെ നിനക്ക് ഇതൊക്കെ നോക്കി ചെയ്താൽ എന്താണെന്നൊക്കെ ചോദിച്ചപ്പം ഇപ്പം ഞാൻ എന്തിനാ അമ്മേൻ്റെ ഇടയിലേക്ക് ചെന്ന് കയറുന്നത്? ഇപ്പോൾ ഉള്ളത് ഓരോന്നായിട്ട് അവർക്ക് ഡിസൈൻ കാണിച്ചു കൊടുത്തോണ്ടിരിക്കില്ലേ, അതിലേതെങ്കിലും ഒന്ന് അവർക്ക് ഇഷ്ടപ്പെട്ടാലോ എന്നൊക്കെ ചോദിച്ചപ്പോൾ നീ അതൊന്നും നോക്കണ്ട, നീ ഏതെങ്കിലും ഒരു ഡിസൈനും കൂടി ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ അമ്മ മോനെ പറഞ്ഞു വിടും. മോനാണെങ്കിൽ തുള്ളിച്ചാടി എന്നിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്തു. 100 കണക്കിന് ചിന്തകളുമായിട്ട് നമ്മുടെ ജലജയമ്മ അവിടെ നിൽക്കുന്ന ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നന്ദി.